ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു സ്പെഷ്യൽ മീൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്പി ഫ്രൈഡ് ഫിഷ്. ഇതൊരു തായ് സ്പെഷ്യൽ വിഭവമാണ്. നമ്മളിവിടെ ക്രിസ്പി ഫ്രൈഡ് ഫിഷിനായിട്ട് നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിന്, വെള്ള കുരുമുളക് പൊടി ആവശ്യത്തിന്, ടൊമാറ്റോ കെച്ചപ്പ് 2 സ്പൂൺ, സോയാ സോസ് 2 സ്പൂൺ, സ്പ്രിംഗ് ഒനിയൻ ആവശ്യത്തിന്, സെലറി ആവശ്യത്തിന്, സവാള അരിഞ്ഞത് 3 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, തേങ്ങാപ്പാൽ ആവശ്യത്തിന്, തായ്ക്കറി പേസ്റ്റ് 2 സ്പൂൺ, ലൈം 1 മുറി, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, വെളുത്തുള്ളി അരിഞ്ഞത് 3 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 സ്പൂൺ, മുട്ട 2 എണ്ണം, കോൺഫ്ലെക്സ് 1/2 കപ്പ്, കോൺഫ്ലോർ 2 സ്പൂൺ, ന്യൂഡിൽസ് ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം നമുക്ക് നെയ്മീനിലേക്ക് മസാല പുരട്ടാം. അതിനായി ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടത് ഇളക്കുക. എന്നിട്ട് മറ്റൊരു നെയ്മീൻ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ള കുരുമുളക് പൊടി, 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 മുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ച് മീനിലേക്ക് നന്നായി പുരട്ടിയെടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ മീനിലേക്ക് കൂട്ട് നന്നായി പുരളാൻ വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം മീൻ ക്രിസ്പി ആവാൻ വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു പ്ലേറ്റിൽ 1/2 കപ്പ് കോൺഫ്ലെക്സ്, 1/2 കപ്പ് കോക്കനട്ട് പൗഡർ, 2 സ്പൂൺ കോൺഫ്ലോറും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പൗഡർ രൂപത്തിലാക്കുക. കോക്കനട്ട് പൗഡർ, കോൺഫ്ലെക്സ്, കോൺഫ്ലോറും മിക്സ് ചെയ്ത് പൗഡറിലേക്ക് നന്നായി പുരട്ടുക. എന്നിട്ട് ന്യൂഡിൽസും മുട്ടയിൽ മുക്കി മീനിലേക്ക് ചുറ്റിവെക്കുക. അതിനുശേഷം അടുപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടാക്കുമ്പോൾ അതിലേക്ക് നെയ്മീനും ഇടുക. എന്നിട്ട് നെയ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നെയ്മീൻ ഫ്രൈ ആയതിനു ശേഷം എണ്ണ മാറാൻ വേണ്ടി അതൊരു ഹോളുള്ള ബൗളിലേക്ക് മാറ്റണം. അതിനുശേഷം അടുപ്പിൽ മറ്റൊരു പാൻ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. സൺഫ്ലവർ ഓയിൽ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 3 സ്പൂൺ സവാള അരിഞ്ഞത്, 1 സ്പൂൺ സെലറി ഇട്ട് നന്നായി വഴറ്റണം. അതിലേക്ക് 2 സ്പൂൺ തായ്ക്കറി പേസ്റ്റ്, 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ള കുരുമുളക് പൊടി, ആവശ്യത്തിന് തേങ്ങാപ്പാലും ഒഴിച്ച് നന്നായി ഇളക്കണം. എന്നിട്ടതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നെയ്മീൻ വീണ്ടും ഇട്ട് നന്നായി ഇളക്കണം. ഫ്രൈ ചെയ്ത നെയ്മീനിലേക്ക് സോസ് നന്നായി പുരണ്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് സ്പ്രിംഗ് ഒനിയൻ കൂടിയിട്ട് വീണ്ടും ഇളക്കണം. ഇതോടെ ക്രിസ്പി ഫ്രൈഡ് ഫിഷ് റെഡി. ഈ വിഭവത്തിന്റെ രുചി വളരെ വ്യത്യസ്തമായ ഒരു രുചിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഇത്തരം പുതുമയുള്ള രുചികരവും വ്യത്യസ്തയാർന്ന വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.